വിശ്വ വിശ്വ എന്തു പറ്റി? എന്താ സംഭവിച്ചത്? ഇന്ന് വന്ന ആ സ്ത്രീയില്ലേ, അതാണ് ഞാൻ പറയാറുള്ള പാർവതി. നീണ്ട 37 വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. അന്ന് വിധി അല്പം അനുകൂലമായിരുന്നെങ്കിൽ അവൾ എന്നോടൊപ്പം ജീവിച്ചേനെ. എങ്കിൽ ഞങ്ങൾ ഇന്ന് ഒറ്റപ്പെടുമായിരുന്നില്ല. ഇനിയുള്ള കാലമെങ്കിലും ഞങ്ങൾക്ക് ജീവിക്കണം. പക്ഷെ ഇവിടെ നമ്മൾ ഉണ്ടാക്കിയ നിയമങ്ങൾക്കപ്പുറത്താണ് പാർവതി. നിനക്കും നിന്റെ പാർവതിക്കും എതിരായി ഒരു നിയമം ഉണ്ടാവരുത്. ഒന്നും ഉണ്ടാവില്ല. വിശ്വ, പാർവതിയെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നു. പാർവതി വരൂ. വരുവടോ, താൻ ധൈര്യമായിട്ടിരിക്കേ. അപ്പോൾ ഇടയ്ക്ക് ശ്വാസം മുട്ട് അനുഭവപ്പെടുന്നുണ്ട് അല്ലേ? അതിങ്ങനെ തരൂ. ഈ മരുന്ന് കഴിച്ചു കഴിയുമ്പോഴേക്കും അസുഖമൊക്കെ ഭേദമാവും. ഇദ്ദേഹത്തിന് ഈ ടാബ്ലറ്റ് 1 വീതം 3 നേരം ഭക്ഷണത്തിന് ശേഷം കൊടുക്കണം. ശരി ഡോക്ടർ. ഒക്കെ ഭേദമാവും. താൻ ടെൻഷൻ അടിക്കാതിരിക്കേ, പാർവതി വരും. ദേ, അവിടെ ഓരോരുത്തരായി വന്നു തുടങ്ങി. എൻ്റെ മോനും വന്നിട്ടുണ്ട്. പരിശോധനയും തുടങ്ങി. താൻ അങ്ങോട്ട് വാടോ. നിങ്ങൾ തന്നെ എല്ലാം മാനേജ് ചെയ്തോളൂ. എന്നവാ സാർ, പാർവതി, പാർവതിക്ക് സുഖാണോ? വർഷങ്ങൾ ഒരുപാട് കടന്നുപോയല്ലേ. ഒന്നും രണ്ടുമല്ല, നീണ്ട 37 വർഷങ്ങൾ. വീണ്ടും ഇവിടെ വെച്ച് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അല്ലേ? തമ്മിൽ കാണാറില്ലെങ്കിലും വിശ്വട്ടിനെ കുറിച്ച് ഞാൻ എല്ലാം അറിയാറുണ്ടായിരുന്നു. പക്ഷേ ഏകദേശം 10 വർഷത്തോളമായിട്ട് ഒരു വിവരം ഇല്ലായിരുന്നു. ഇടയ്ക്ക് എപ്പോഴോ ബാംഗ്ലൂരായിരുന്നു അല്ലേ? എങ്ങനെ അറിഞ്ഞു? ഞാൻ പാർവതിയെ കുറിച്ച് തിരക്കാറുണ്ടായിരുന്നു. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയപ്പോഴാ സത്യത്തിൽ ഒറ്റപ്പെടലിന്റെ ആഴമറിഞ്ഞത്. മൈക്കിളെ, എന്താടോ? ഞാൻ നമ്മുടെ വിശ്വനാഥനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അയാളുടെ ആ പഴയ ചുറിയുറുക്കും ഉത്സാഹവും ഒക്കെ വീണ്ടും കിട്ടി.
ശരിക്കും നമ്മുടെ വിശ്വനാഥന് തന്നെയാണ് നമുക്ക് തിരിച്ചു കിട്ടിയേക്കണേ. അതിനുള്ള ക്രെഡിറ്റ് പാർവതിക്കുള്ളതാ. അവരെ അവരുടെ പാട്ടിന് വിട്ടേക്കാം. ആ, ആയ കാലത്ത് ഇതുപോലെ വല്ല കിടതാപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഒരു കൂട്ടായേനെ. അന്ന് മഹാരാജാസിൽ വെച്ച് ആ, ആ ത്രേസ്യാമ്മയുടെ പുറകെ നടന്ന കാര്യം ഏ? ഇത്തിരി സ്ട്രോങ് ആക്കിയിരുന്നെങ്കിൽ ഇപ്പൊ അതിനുള്ള ഗുണം ഉണ്ടായേനെ. എടോ, ഏതായാലും പെണ്ണുമ്പിള്ള അറിയണ്ടോ. സോമേട്ടൻ ഒരു നല്ല മനുഷ്യനായിരുന്നു. ഞങ്ങളുടെ ദാമ്പത്യത്തിന് കഷ്ടി 2 വർഷമേ ആയുസുണ്ടായിരുന്നുള്ളൂ. ഒരു ആക്സിഡന്റ് ആയിരുന്നു. പിന്നീടുള്ള ജീവിതം ദുരിതം നിറഞ്ഞതായിരുന്നു. ഭർത്താവിന്റെ വീട്ടിൽ നിന്നുള്ള അവഗണനകൾ, തറവാടിന്റെ അവസ്ഥയെല്ലാം വളരെ മോശമായി. എന്റെ മകളെ വളർത്താൻ ഏറെ കഷ്ടപ്പെടേണ്ടി വന്നു. പിന്നീട് ഒരു ജോലി തരായി മകളെ വളർത്തി പഠിപ്പിച്ചു. ഇപ്പോൾ ഭർത്താവിന്റെ ഒപ്പം അവൾ ബാംഗ്ലൂരിലാ. അവർക്ക് അവരുടെ ലോകം. ഞാൻ ഒന്നിൽ ഇടപെടാറില്ല. വർഷങ്ങളായിട്ട് ഞാൻ നാട്ടിലെ തറവാട്ടിലായിരുന്നു. സഹായത്തിന് പോലും ഒരാളില്ലാതെ എത്ര നാളിങ്ങനെ ഒറ്റയ്ക്ക് കഴിയും? മടുത്തു വിശ്വട്ടാ. ഒറ്റയ്ക്കുള്ള ജീവിതം എനിക്ക് മടുത്തു. ഇനി നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ, നമുക്കെല്ലാവരും ഇല്ലേ. ഈ സ്നേഹതീരത്ത് ഓരോ തരി സ്നേഹവും ഇവിടുത്തെ ഓരോരുത്തർക്കും അർഹതയുള്ളതാണ്. ആരാ? ആരാണെന്ന് പറയാൻ കഴിയുമെങ്കിൽ പറയ. കഴിയുന്നില്ല കുട്ടി. നീ ആരാണ്? കൈമാറ്റ്. അല്ല, അഞ്ചുമോളോ? വേണ്ട, മുത്തശ്ശിയുടെ ഞാൻ പിണക്കാം. അല്ല, ഞാൻ ഇവിടെ ഉണ്ടെന്ന് മോളോട് ആര് പറഞ്ഞു? അച്ഛനും അമ്മയും വന്നില്ലേ? അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. അച്ഛനും അമ്മയും വന്നില്ല. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. മുത്തശ്ശിയെ കൊണ്ടുപോകാൻ വന്നതാ ഞാൻ. വേഗം റെഡിയാവാ. എങ്ങോട്ട്? ബാംഗ്ലൂർക്ക്. മോളെ, പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ ഞാൻ എങ്ങനെ വരാനാ? അതൊന്നും പറഞ്ഞ പറ്റില്ല. മുത്തശ്ശിയുടെ ഈ അവസ്ഥ മോക്ക് മനസ്സിലാവില്ല. മോക്ക് ഈ പ്രായമാവുമ്പോഴേ അത് മനസ്സിലാവും. ആ, നീ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, ഒന്ന് വിശ്രമിക്കാൻ നോക്ക്. വാ. ഓണം വരെ മാത്രം, അതിനപ്പുറം പ്രതീക്ഷിക്കണ്ട. അല്ലെങ്കിലും തർക്കിക്കാൻ എന്തിരിക്കുന്നു? പാർവതിക്ക് മകളും കുടുംബവും ഉള്ള സ്ഥിതിക്ക് മടങ്ങി പോകാതിരിക്കാൻ കഴിയില്ലല്ലോ. പാർവതി മടങ്ങിപ്പോകുന്ന കാര്യം തൽക്കാലം ആരെ അറിയിക്കണ്ട. സ്നേഹതീരത്തിലെ ആദ്യത്തെ ഓണമല്ലേ, ഒരിക്കലും മറക്കാൻ കഴിയാത്ത വിധം നമുക്കത് ആഘോഷിക്കണം. അതിലപ്പുറം നമുക്കൊന്നും കഴിയില്ലല്ലോ. മുത്തശ്ശി വന്നേ. മുത്തശ്ശിയുടെ ഒരു ഫോട്ടോ എടുക്കട്ടെ. വന്നേ മുത്തശ്ശി, വന്നേ. ആ ക്യാമറ വന്നേ. എനിക്ക് മുത്തശ്ശി, എനിക്ക് ഒന്ന് വേഗം വന്നേ. ഇവിടെ ഇരിക്കെ. എനിക്ക് മുത്തശ്ശി മോളെ, നല്ല മുത്തശ്ശിയല്ലേ? ഒന്ന് ചിരിക്കും മുത്തശ്ശി. ആ,
മരണം വരെ ഇവിടെ ജീവിക്കണമെന്നാണ് ആഗ്രഹിച്ചത്. പക്ഷേ മകളുടെയും കൊച്ചുമോളുടെയും നിർബന്ധങ്ങളെ എതിർക്കാൻ എനിക്ക് കഴിയില്ല. നാളെ മടങ്ങാണ്. ഈ സ്നേഹതീരത്തിലെ എല്ലാവരുടെ സ്നേഹത്തെ അവഗണിച്ച് എന്റെ മുത്തശ്ശിയെ ഞാൻ കൊണ്ടുപോകുന്നില്ല. നിങ്ങൾ ഓരോരുത്തരും എന്റെ മുത്തശ്ശിക്ക് നൽകുന്ന സന്തോഷ സ്നേഹവും എത്രയൊക്കെ ആയാലും വളരെ വലുതാണ്. അതിലൊന്നുപോലും ഞങ്ങൾക്ക് നൽകാൻ കഴിയില്ല. എവിടെയായാലും മുത്തശ്ശി സന്തോഷത്തോടെ കഴിയണം. ഇനിയുള്ള കാലം മുത്തശ്ശി ഇവിടെ തന്നെ ജീവിക്കും. അച്ഛനെയും അമ്മയും കൂട്ടി ഞാൻ ഇനിയും ഇവിടെ വരാം. വരട്ടെ.